ഹായ്, സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും കുറിച്ച് പഠിക്കാം. ഹൈഡ്രജൻ 1766 ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. കത്തുന്ന വായു എന്നാണ് ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത്. 1783 ആൻ്റോണി ലവോസിയർ ആണ് ഹൈഡ്രജന് ആ പേര് നൽകിയത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൈഡ്രജൻ്റെ ഒരു പ്രധാന സംയുക്തമാണ് ജലം. ചിത്രത്തിൽ കാണുന്നത് ഹൈഡ്രജൻ്റെ ഒരു ബേസിക് ആറ്റോമിക് സ്ട്രക്ചറാണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് 1s1. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും പ്രധാന ഊർജ സ്രോതസ്സാണ് ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ ഹൈഡ്രജൻ കാണപ്പെടുന്നു. ഹൈഡ്രജൻ്റെ പ്രത്യേകതകളാണ്: വലുപ്പം കുറവാണ്, ഭാരം കുറവാണ്, കത്തുന്ന വാതകമാണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ഹൈഡ്രജനാണ്. ആറ്റമിക നമ്പർ 1 ആണ്. ഹൈഡ്രജനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ H എന്നാണ്. ആപേക്ഷിക ആറ്റമിക മാസ് 1.09 ആണ്. സംയോജകത 1. വാതക ഹൈഡ്രജനെ ആദ്യമായി ദ്രാവക ഹൈഡ്രജനാക്കി മാറ്റിയത് ജെയിംസ് ഡീവാർ. വാതക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലക ഇന്ധനമാണ് ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജൻ ആണ്. ബൾബിൽ ഹൈഡ്രജൻ വാതകം നിറച്ചാൽ കിട്ടുന്ന നിറം നീല. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഒരേ ന്യൂക്ലിയർ ഭ്രമണമുള്ള ഹൈഡ്രജൻ തന്മാത്രയാണ് ഓർത്തോ ഹൈഡ്രജൻ. എതിർദിശയിൽ ന്യൂക്ലിയർ ഭ്രമണമുള്ള ഹൈഡ്രജൻ തന്മാത്രയാണ് പാരാ ഹൈഡ്രജൻ. ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം ആണ്. ഒരു രാസപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ആറ്റോമിക അവസ്ഥയിലുള്ള ഹൈഡ്രജനാണ് നേസെൻ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഓക്സീകരണ അവസ്ഥകൾ 0, -1 ആൻഡ് +1. നീരാവിയെ നിരോക്സീകരിച്ചാൽ ഹൈഡ്രജൻ ലഭിക്കും. പുതിയ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പിലും പീരിയഡിലും ഉൾപ്പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. കാലോറിക് വാല്യൂ കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങളായ ഓർത്തോ ഹൈഡ്രജനും പാരാ ഹൈഡ്രജനും കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ്. കാർബണിനെ കൂടാതെ മണ്ണെണ്ണയിലുള്ള ഘടകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തതിന് കാരണം അതിന് സ്ഫോടന സാധ്യത കൂടുതലായതുകൊണ്ടാണ്. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനം. ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രജൻ സയനൈഡ് അഥവാ പ്രൂസിക് ആസിഡ്. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബോഷ് പ്രക്രിയ. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്സിജൻ 1774 ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ ആ പേര് നൽകിയത് ആൻ്റോണിയോ ലവോസിയർ തന്നെയാണ്. ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജനസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേരുണ്ടായത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ആറ്റോമിക അവസ്ഥയിലുള്ള ക്രിയാശീലം കൂടിയ ഓക്സിജനെ പറയുന്നതാണ് നവജാത ഓക്സിജൻ അഥവാ നേസെൻ്റ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രത്യേകതകൾ: ഓക്സിജൻ്റെ പ്രതീകം ക്യാപിറ്റൽ O. ഇലക്ട്രോൺ വിന്യാസം 2, 6.
മോളിക്കുലർ ഫോർമുല O2. ആറ്റോമിക് നമ്പർ 8 മാസ് നമ്പർ 18. ഓക്സിജൻ്റെ സംയോജകത 2. ഓക്സിജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഗ്രൂപ്പ് 16 ഓക്സിജൻ വരുന്നത് രണ്ടാമത്തെ പീരിയഡിൽ. ഓക്സിജൻ്റെ ഉപയോഗം ശ്വസനത്തിനാണ് ഓക്സിജൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജലശുദ്ധീകരണത്തിന്, ജ്വലനത്തിന്, ഇരുമ്പ് നിർമ്മാണത്തിൽ മാലിന്യം നീക്കം ചെയ്യാൻ, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ടൊക്കെ ഓക്സിജൻ ഉപയോഗിക്കുന്നു. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഓസോൺ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണം ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ എന്നിവരാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. ഓക്സിജൻ്റെ ഐസോട്ടോപ്പുകളാണ് ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഇന്ത്യയിൽ ആദ്യമായി ഓക്സിജൻ പാർലർ തുടങ്ങിയത് ഏതു റെയിൽവേ സ്റ്റേഷനിലാണ്? നാസിക്കിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓക്സിജൻ പാർലർ തുടങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ശുദ്ധജലത്തിൽ ഓക്സിജൻ്റെ അളവ് 89% ആണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ദ്രവ ഓക്സിജൻ്റെ നിറം ഇളം നീല നിറമാണ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകൾ വഹിക്കാൻ കഴിയും? 4 ഓക്സിജൻ തന്മാത്രകൾ വഹിക്കാൻ കഴിയും. ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന മരമാണ് ആൽമരം. ഭൗമാന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവാണ് 21%. 2020 ഓസോൺ ദിനത്തിൻ്റെ സന്ദേശമാണ് ഓസോൺ ഫോർ ലൈഫ്. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന മൂലകങ്ങൾ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ. ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റാണ് ഡോബ്സൺ. ഓസോൺ ലെയർ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച ഉടമ്പടിയാണ് 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ. 1985 വിയന്ന കൺവെൻഷനും ഓസോൺ ലെയർ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഹെൻറി മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് ടേബിളാണ് ചിത്രത്തിൽ. അതിൽ നമുക്ക് കാണാം പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ എലമെൻ്റാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ 1 ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹൈഡ്രജനെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ആൽക്കലി മെറ്റൽസിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പിലെ എലമെൻസായ ആൽക്കലി മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസും 17th ഗ്രൂപ്പിലെ ഹാലോജൻസിൻ്റെ പ്രോപ്പർട്ടീസും ഹൈഡ്രജൻ കാണിക്കുന്നത് കൊണ്ടാണ് ഹൈഡ്രജനെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താത്തത്. 16ാമത്തെ ഗ്രൂപ്പിലാണ് ഓക്സിജൻ വരുന്നത്. ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ 8 ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ 8. താങ്ക് യു.